ഹലോ എവ്രി വൺ. ജർമ്മനിയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. സമ്മറൊക്കെ കഴിഞ്ഞ് വിന്റർ തുടങ്ങിയിട്ടുണ്ട്. ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും സ്നോഫാളും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കും ചെറിയ രീതിയിൽ ഇവിടെ സ്നോഫാളൊക്കെ കിട്ടിത്തുടങ്ങി. ഒരു മാസത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും ഷൂളയിൽ വന്നിരിക്കുകയാണ്. ജർമ്മനിയിലെ സ്കൂളിനെ ഷൂളെ എന്നാണ് പറയുന്നത്. ഞാനും എൻ്റെ മൊറോക്കോ ഫ്രണ്ടും കൂടി ഇവിടെ സ്കൂൾ ടൈമിൽ ബ്രേക്ക് സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് മേടിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഷോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹെർബ്സ്റ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ ഇലകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഞങ്ങൾ പഠിക്കുന്നത് ഇവിടുത്തെ ഒരു ബിൽഡിംഗ് സെൻറ്ററത്തിലാണ്. ഇവിടെ നേഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി പല ഫീൽഡിലുള്ള ഹൗസ് ബിൽഡിങ്ങുകളും നടത്താറുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പാണ് എഡേക്ക എന്ന് പറയുന്നത്. ഇവിടെ രാവിലെ സമയത്ത് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ഇവിടെ നിന്നാണ് ഫുഡ് മേടിക്കാനായിട്ട് വരുന്നത്. രാവിലെ 9:30 മുതൽ 10 മണി വരെയാണ് ഞങ്ങളുടെ ബ്രേക്ക് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് സാധനം മേടിച്ചിട്ട് തിരികെ പോകാറുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഞങ്ങളുടെ റൊട്ടീൻ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവരാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിക്കുന്നത്. രാവിലത്തെ സ്കൂൾ വിട്ട് വരുന്ന ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. മിക്ക സ്റ്റുഡൻസും ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ സമയം തിരക്ക് നിറഞ്ഞതാണ്. ഞങ്ങളിതേ അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡുകളുടെ വെറൈറ്റീസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഇങ്ങനെ കാർഡ് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോവാണ്. Mit Karte, ja? Ja. So, wofür liegt es ein halbes Bild? ലഞ്ച് സമയത്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. സലാഡുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഫുഡുകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് മേടിക്കാനായിട്ട് ആൾക്കാർ ഉച്ച സമയത്തും ഇവിടെ വരാറുണ്ട്. ഫുഡാണ് മുഖ്യമെങ്കിലും പഠിക്കാൻ നോട്ട്ബുക്കിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങളിതേ നോട്ട്ബുക്ക് മേടിക്കാനായിട്ട് നിൽക്കുവാണ്. ഇവിടെ നമുക്ക് €1 മുതൽ €5 റേഞ്ചിലെ നോട്ട്ബുക്ക് മേടിക്കാനായിട്ട് പറ്റും. ജർമ്മനിയിലെ പല സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഇത്തരത്തിൽ വൈനുകളുടെയും ആൽക്കഹോളിൻ്റെയും ഒക്കെ കളക്ഷൻസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ നോട്ട്ബുക്കൊക്കെ മേടിച്ച് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിതേ ക്യൂവിൽ നിൽക്കുവാണ്. സാധനം മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.